ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്ലിന്റ് മാക്സിന്റെ ടീം ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു മണ്ണിലാണ്. ലോകനാർക്കാവ് എന്ന് പറയുന്ന വിസ്തൃതമായ ഒരു പ്രദേശം. കേരളത്തിൽ ചേകോന്മാരുടെയും ഉദയനന്മാരുടെയും ഒക്കെ അംഗം വെട്ടി പോരാടിയ നാട്. ലോകനാർക്കാവ് തൊട്ടടുത്താണ്. ലോകനാർക്കാവിൻ്റെ വിസ്തൃതമായ ഒരു കുളമുണ്ട്, വലിയച്ചിറ എന്നിവർ വിളിക്കുന്ന കുളം. ഉദയനന്മാർ, ചന്തു ഉൾപ്പെടെയുള്ളവർ കുളിച്ച കുളം എന്ന് വേണമെങ്കിൽ പറയാം. ചേകോന്മാർ ഈ നാട്ടുകാരല്ല എങ്കിൽ പോലും ചേകോന്മാർ പോരാളികളാണ്. അവർ അംഗം വെട്ടി ചാകുന്നവരാണ്, കൂലിപ്പടയാളികളാണ്. ആ നിലയിൽ അവരുടെ എല്ലാം രക്തം വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അംഗം വെട്ടി നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. കുറ്റ്യാടി മണ്ഡലത്തിലാണ് പെടുന്നത്. ലോകനാർക്കാവ് കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മണ്ഡലത്തിലാണ്. കുറ്റ്യാടി മണ്ഡലം കഴിഞ്ഞാൽ കുറേ കാലമായി മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. രണ്ട് മുന്നണികളും മാറി ജയിച്ചിട്ടുള്ള മണ്ഡലം. കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത, ഇത്തവണത്തെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് UDF 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് UDF സ്വതന്ത്ര എന്ന് പറയാവുന്ന KK രമ, TP ചന്ദ്രശേഖരൻ്റെ വിധവ, പിന്നെ 2 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ. ബാക്കിയെല്ലാം LDF MLA-മാരാണ്. LDF ഈ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. അപ്പം ഇവിടെ കുറ്റ്യാടി മണ്ഡലം എന്നുള്ള നിലയിൽ അത് സംബന്ധിച്ച ഒരു ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. ശ്രീ അനിൽ, ഈ കുറ്റ്യാടി മണ്ഡലം നമ്മൾ മാറി വന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളത് അറിയാം. ഒരു സ്വിങ് ഉണ്ടാവുന്ന മണ്ഡലമാണ്. ഈ സ്വിങ് ഇത്തവണ ആ സ്വിങ് വളരെ പ്രതീക്ഷയോടുകൂടി UDF കാണുന്ന ഒരു പ്രദേശമാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? സ്വാഭാവികമായി കഴിഞ്ഞ പ്രാവശ്യം ഈ കേരളത്തിലുണ്ടായ വലിയൊരു ഇടതുപക്ഷ തരംഗത്തിൽ പോലും കുറ്റ്യാടിയിൽ സഖാവ് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ, അദ്ദേഹം പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, വളരെ ജനകീയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തിലാണ് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം LDF ലഭിച്ചത്. അതിനു മുമ്പ് മോഹൻ മാഷിൻ്റെ ജീവിത പങ്കാളിയും പാർട്ടിയുടെ നേതാവുമായ KK ലതിക 2 പ്രാവശ്യം ജയിക്കുകയും 1 പ്രാവശ്യം തോക്കുകയും ചെയ്ത മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ഡലം ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോഴിക്കോട് നിന്നും കോൺഗ്രസ് ആദ്യമായി പ്രതീക്ഷിക്കുന്ന ഒരു MLA ഉണ്ടാകുമെങ്കിൽ അത് ആദ്യത്തെ ഇവിടെ നിന്നാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇപ്പുറത്ത് കുറ്റ്യാടിയുമായി ബന്ധപ്പെട്ട് വന്നാൽ വളരെ ജനകീയനായ ഈ പറയുന്ന കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്ററുടെ ജനകീയതയൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രാവശ്യവും ഇത് ഇടതുപക്ഷ തോണിയിൽ തന്നെ ഇത് പോകും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ ഒട്ടേറെ പ്രതികൂലമായ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. കുറ്റ്യാടി ഒരു കുടിയേറ്റ ഗ്രാമത്തിൻ്റെ സ്വഭാവമുള്ള മണ്ഡലമാണ്, കാർഷിക മേഖലയാണ്. മറ്റ് പല പ്രദേശങ്ങളിൽ എന്നപോലെ റോഡിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. എന്തായാലും ഈ മത്സരം തീപാറുന്ന പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് തൽക്കാലം പറയാൻ കഴിയില്ല. 2 ആളുകളും 2 തരത്തിൽ ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിവുള്ളവരാണ്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും കരുത്തനായ, നേരത്തെ ഇവിടെ MLA ആയിരുന്ന പാറക്കൽ അബ്ദുള്ള ഇവിടെ മത്സരിക്കുമ്പോൾ 2 പേരും വളരെ ജനകീയ സ്വഭാവമുള്ള ആളുകളും ജനങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഇതിന്റെ ഫലം നിലവിൽ തീരുമാനിക്കാൻ കഴിയാത്ത തരത്തിൽ നെക്ക് ടു നെക്ക് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും അവസാനം ഈ അംഗംവെട്ടിൽ ആര് താഴെ വീഴും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അല്ലേ? അംഗംവെട്ടിന്റെ ഒരു സ്വഭാവമുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു അംഗംവെട്ടിന്റെ സ്വഭാവമുള്ള പയറ്റുമറകൾ പലതും ചെയ്യുന്ന രാഷ്ട്രീയ പയറ്റുമറകളുടെയും കൂടി ഒരു നാടായിട്ട് ഈ മണ്ഡലം മാറുകയാണെന്ന് വേണം കരുതാൻ.